ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാൻല. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി നനയാത്ത മഴ എന്ന പാഠഭാഗം എഴുതിയത് പ്രിയ AS ആണ്. ഒരു അനുഭവക്കുറിപ്പാണ് നനയാത്ത മഴ. മഴയെ ഒരു അടുത്ത ബന്ധുവായി കണ്ട് സ്നേഹിക്കുകയും ചിലപ്പോഴൊക്കെ മഴയോട് വർത്തമാനം പറയുകയും മഴക്കാലവുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് ഈ നനയാത്ത മഴ എന്ന പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങൾ, പാഠപുസ്തക ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. പ്രവർത്തനം 1, പ്രയോഗഭംഗി വിശദമാക്കുക. മഴയുടെ വെള്ളി നൂലുകൾ വീടിന് ചുറ്റും തോരണങ്ങൾ തൂക്കുന്നത് പോലെ തോന്നും. മഴയുടെ വെള്ളി നൂലുകൾ വീടിനു ചുറ്റും തോരണം തൂക്കുക എന്ന പ്രയോഗം ദൃശ്യപ്രധാനമാണ്. ഓടിട്ട വീടിനു മുകളിൽ പെയ്തിറങ്ങുന്ന മഴ തോരണം തൂക്കുമ്പോൾ അത് കല്യാണ വീടായി മാറുന്നത് പോലെ തോന്നുന്നു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, മഴയത്ത് ഉതിരുന്ന പവിഴ മല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. അതിൻ്റെ പ്രയോഗ ഭംഗി വിശദമാക്കാനാണ് പറഞ്ഞത്. മഴയ്ക്ക് പവിഴ മല്ലിപ്പൂവിൻ്റെ വെണ്മയുണ്ട്. തുമ്പപ്പൂവ് പോലെയും പവിഴ മല്ലിപ്പൂവ് പോലെയും ഹൃദ്യമാണ് മഴത്തുള്ളികൾ. അപ്പം മഴത്തുള്ളികളെ തുമ്പപ്പൂവിനോടും അതേപോലെ പവിഴമല്ലിപ്പൂവിനോടൊക്കെ സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിലത്തേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ പവിഴമല്ലിപ്പൂ വിധാനിച്ച പോലെയും തോന്നിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നും. അതുകൊണ്ടാണ് മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, അമ്മേ വരൂ വരൂ വെക്കം വെളിയിലെ കിള്ളിമഴ തോർന്നു പോമേ, എന്തൊരാഹ്ലാദം മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാരാൻ. ബാലാമണി അമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിതയാണ്. മഴ പന്ത് വിരുന്നു വരുമ്പോൾ ചാരുകസാര എടുത്ത് മുൻവശ വരാന്തയിലിട്ട് ഞാനും മഴയും മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്നു. ഒടുക്കം മഴ തിരിച്ചു പോകുമ്പോൾ വേണ്ട പോകണ്ട, ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്നൊരു സ്നേഹശാഠ്യം ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതായി മാറുന്നു. ഇത്തരം മഴയനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. ഉചിതമായ രൂപത്തിൽ ആവിഷ്കരിക്കുക. അപ്പം നമ്മുടെ സ്വന്തം ഒരു മഴയനുഭവം എഴുതാനാണ് പറഞ്ഞത്. മഴ പ്രകൃതിയുടെ വരദാനമാണ്. മഴയത്ത് ഒരു ദിവസമെങ്കിലും നന്നായി നനയുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. 5ാം ക്ലാസ് ജീവിതത്തിനിടയിലാണ് സംഭവം. പുതിയ സ്കൂളിൽ പോകാൻ പുത്തനുടുപ്പും കുടയും ബാഗുമായി ഞാൻ റെഡിയായി നിന്നു. പുത്തൻ കുട എടുത്തു വെക്കാൻ പലതവണ ഓർത്തതാണ്, പക്ഷേ എടുക്കാൻ മറന്നു. ഇടവപ്പാതിയിലെ മഴ നനയുക, അതും അച്ഛനും അമ്മയും ഒന്നും അറിയാതെ, അത് എൻ്റെ സ്വപ്നമായിരുന്നു. പെട്ടെന്ന് കറുത്ത കാർമേഘങ്ങൾ മാനത്ത് നിറഞ്ഞു. ഇടിയും മിന്നലും എത്തി. ചറ പറ എന്ന് മഴ ആരംഭിച്ചു. മഴ നല്ലതുപോലെ നനഞ്ഞു. ടാറിടാത്ത വഴികളിലെ വെള്ളത്തിൽ കാൽ നനച്ചു. പുത്തൻ ഉടുപ്പാകെ നനഞ്ഞു. ചെളി തെറിപ്പിച്ച് ഞാൻ മഴയെ സ്വാഗതം ചെയ്തു. കണ്ടത്തിൻ ചെരുവിയിലെ കൊച്ചു തോട്ടിൽ ഞാനിറങ്ങി. ഇടിയും മിന്നലും ഒന്നും എൻ്റെ ഹൃദയത്തിൽ തൊട്ടില്ല. ആ മഴ അനുഭവത്തെ പിടിച്ചുലിച്ചില്ല. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാൻ പോകുന്ന വഴക്കും ഞാൻ ഓർത്തില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുഭവങ്ങൾ എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, കൂർത്ത മഴ, യക്ഷിമഴ തുടങ്ങി മഴയ്ക്ക് നൽകിയ വിശേഷണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക. അവ സന്ദർഭത്തിന് നൽകുന്ന ഭാവഭംഗി വിശദീകരിക്കുക. അപ്പോൾ മഴയെ വളരെ വേറെ വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നു. കൂർത്ത മഴ എന്നത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒരു ഗാംഭീര്യതയെ സൂചിപ്പിക്കാനാണ്. ഒന്നിനെ വിശേഷിപ്പിക്കുന്നതിന് ആ പദത്തിനോടൊപ്പം ചേർക്കുന്ന പദങ്ങളെയാണ് വിശേഷണ പദങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മഴയോടൊപ്പം കൂർത്ത എന്ന് ചേർത്തിരിക്കുന്നു. അപ്പോൾ കൂർത്ത എന്നതാണ് ഇവിടുത്തെ വിശേഷണ പദം. കൂർത്ത മഴ, മഴയോടൊപ്പം ചേർത്ത കൂർത്ത എന്നാണ്. കൂർത്ത മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ, അതിതീവ്രമായ മഴ എന്നൊക്കെയാണ്. മഴത്തുള്ളികൾ പുറത്ത് കുത്തിക്കയറും പോലെ തോന്നുന്നില്ല. ഇനി യക്ഷിമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? മുടി അഴിച്ച് തുള്ളുന്ന യക്ഷിയെ പോലെ നമ്മെ പേടിപ്പിക്കുന്ന മഴ. അപ്പോൾ യക്ഷിമഴ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന മഴയാണ്. വെള്ളിനൂൽ മഴ എന്ന് പറഞ്ഞാൽ തിരുമുറിയാത്ത നൂല് പോലെ മെയ്യുന്ന മഴയുടെ വെണ്മയും സൗന്ദര്യവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലതരം മഴകൾ, യക്ഷിമഴ, കൂർത്ത മഴ, വെള്ളിനൂൽ മഴ, ഓരോ മഴയും വിശേഷിപ്പിക്കുന്നത് ഓരോ തരത്തിലാണ്. ഇനി കണ്ണീർ മഴ എന്ന് പറഞ്ഞാൽ വേദനയുടെയും ദുഃഖത്തിൻ്റെയും അവസ്ഥ സൂചിപ്പിക്കുന്ന മഴ. മഴബന്ധു, ഏകാന്തതയും സാന്ത്വനമായി എത്തുന്ന ബന്ധു പോലെയുള്ള മഴ. കാണാൻ കഴിയാത്ത മഴയെക്കുറിച്ചുള്ള ചിന്ത. കേൾക്കാൻ കഴിയാത്ത മഴയെക്കുറിച്ചുള്ള ഓർമ്മ. പാറുമഴ, കാറ്റത്ത് പാറി വരുന്ന മനോഹരമായ മഴ. ഇനി വേദനമഴ എന്ന് പറഞ്ഞാൽ രോഗിയായി കഴിഞ്ഞിരുന്ന സമയത്ത് കസാലയിലിരുന്ന കണ്ട മഴ. അങ്ങനെ മഴയെ പല വിശേഷണ പദങ്ങൾ കൊണ്ട് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇനി 4ാമത്തെ നോക്കാം. പ്രവർത്തനം 4,
കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളം ഇടാൻ നേരത്ത് കൃത്യമായി വരും മഴ. കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളിടാൻ നേരത്ത് മഴ കൃത്യമായി വരും. അപ്പോൾ ഇവിടെ മഴ കൃത്യമായി വരും, മഴ കൃത്യമായി വരും. അങ്ങനെ രണ്ട് സെൻറ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുന്നു. വാക്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. മഴ എന്ന പദം മാറ്റി പ്രയോഗിച്ചപ്പോൾ വാക്യത്തിന് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക. കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളം ഇടാൻ നേരത്ത് കൃത്യമായി വരും മഴ എന്ന് പറയുമ്പോൾ മഴ വരുന്ന സമയത്തിനാണ്, അതിൻ്റെ കൃത്യതയ്ക്കാണ് പ്രാധാന്യം. അതായത് മഴ വരും, ഇപ്പോൾ മഴ വരും, മഴ എന്തായാലും വരും. അപ്പോൾ അവിടെ ഒരു കൃത്യതയുണ്ട്. ഇനി അടുത്തത്, കുട്ടിക്കാലത്ത് പൂക്കളം ഇടാൻ നേരത്ത് മഴ കൃത്യമായി വരും എന്നെഴുതുമ്പോൾ മഴക്കാണ് പ്രാധാന്യം. വാക്കുകൾ ക്രമം തരുമ്പോൾ ഇത്തരത്തിൽ അർത്ഥവ്യത്യാസം വരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചല്ലോ. അടുത്ത ചോദ്യം പതിപ്പ് തയ്യാറാക്കാനാണ്. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള MTയുടെ ഓർമ്മയാണ് കുപ്പായം. ബഷീർ എന്ന മനുഷ്യസ്നേഹിയെ ഓർത്തെടുക്കുന്നതാണ് വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ ബഷീർ എന്ന ബല്യ ഒന്ന്. പ്രശസ്തരുടെ അനുഭവങ്ങളും ഓർമ്മകളും ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആത്മകഥകളും ജീവചരിത്രവും പതിപ്പ് തയ്യാറാനായി ഉപയോഗിക്കാം. ഞാൻ ഇന്നസെൻ്റ് എന്ന പുസ്തകം ഇന്നസെൻറ്റിൻ്റെ ജീവിതാനുഭവങ്ങളാണ്. അതേപോലെ എൻ്റെ കഥ എന്നത് മാധവിക്കുട്ടിയുടെ ജീവിതാനുഭവമാണ്. ഇങ്ങനെ കൃതികൾ വായിച്ച് അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും തയ്യാറാക്കുന്ന രചനകളുടെ പുസ്തകമാണ് പതിപ്പ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുക.